മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേരളത്തിനുള്ള സാമ്പത്തിക പാക്കേജിൽ അനുകൂല നിലപാടറിയിച്ച് കേന്ദ്രം. കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് മന്ത്രിസഭയുടെ ധനകാര്യ സമിതിയുടെ പരിഗണനയിലാണ്. ധനസഹായം ഉടൻ ലഭിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചതായും ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കെ.വി. തോമസ് ചർച്ച നടത്തി. പാർലമെന്റിൽ വിഷയം ഉന്നയിക്കാനാണ് കേരള എംപിമാരുടെ തീരുമാനം. സഹായം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ LDF രാപ്പകൽ സത്യഗ്രഹം നടത്തും. ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഫയലുകളും അരമണിക്കൂറോടെ എടുത്തിട്ടാണ് സംസാരിച്ചത്. വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോട് സ്വാഭാവികം നമുക്കൊരു ശുഭവിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ. നമുക്കിപ്പോൾ വേണ്ടത് വയനാട് ദുരന്തത്തിൽ കിട്ടേണ്ട പ്രത്യേക പാക്കേജാണ് നമുക്ക് വേണ്ടത്. അതാണിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേന്ദ്ര ടീമും സമാനമായ റിപ്പോർട്ടാണ് കൊടുത്തത്. ഈ വയനാടിന് മുമ്പുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ വയനാടാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. മറ്റ് പ്രശ്നങ്ങളുണ്ട്, പലതും സംസാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് വയനാടിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അതിനൊരു പരിഹാരമുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. നല്ല സമയബന്ധിതമായിട്ട് തീർക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ കേരള ഹൗസിൽ പത്രക്കാരുണ്ട്, എന്ത് മറുപടി പറയുന്നു? അവർ പറഞ്ഞു സമയബന്ധിതമായി തീർക്കും. വിവരങ്ങളുമായി പി ആർ സുനിൽ നമുക്കൊപ്പം ചേർന്നു. പി ആർ സുനിൽ, പ്രതിഷേധത്തിലേക്ക്, അതും ദില്ലി കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് LDF കടക്കുകയാണ്. ഇപ്പോൾ ഈ സഹായം ഉറപ്പാണ് എന്ന് കെ.വി. തോമസിനോട് പറയുന്നുമുണ്ടല്ലോ കേന്ദ്രം. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? സുജയ, ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ.വി. തോമസ് അനുകൂലമായ ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടി എന്നാണ് പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ 2 യോഗങ്ങളിലേതുപോലെ അല്ല ഇന്നത്തെ യോഗം. ഇന്നത്തെ യോഗത്തിന് ശേഷം കെ.വി. തോമസ് പ്രതികരിച്ചത് ആശ്വാസകരമായ തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടും എന്ന ഒരു ഉറപ്പ് ലഭിച്ചു എന്നതാണ്. ഏതായാലും ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരള സർക്കാർ കേന്ദ്രത്തിൽ നിന്നും ഈ സഹായം ആവശ്യപ്പെട്ട് നിരവധി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. മാത്രമല്ല നിരവധി നിവേദനങ്ങൾ നൽകുന്നൊരു സാഹചര്യം. ഏതായാലും ഇന്ന് 3ാമത്തെ കൂടിക്കാഴ്ചയാണ് കേരളത്തിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയത്. ഇന്ന് യോഗത്തിനിടെ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തി കേന്ദ്ര ധനമന്ത്രി പരിശോധിച്ചു എന്നാണ് കെ.വി. തോമസ് പറഞ്ഞത്. കേന്ദ്ര സംഘം വയനാട്ടിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് കേന്ദ്രമന്ത്രിസഭയുടെ ധനകാര്യ സമിതിക്ക് മുൻപാകെയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ഉടൻ തന്നെ, അധികം കാലതാമസമില്ലാതെ തന്നെ ഈ വയനാടിന്റെ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് വരും എന്നതാണ് ഇന്ന് കെ.വി. തോമസ് വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഉറപ്പുമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നത്തെ യോഗത്തിൽ നൽകിയത് എന്നാണ് കെ.വി. തോമസ് വിശദീകരിച്ചത്. സമയബന്ധിതമായി ഒരു പാക്കേജ് തന്നെ ഒരുപക്ഷെ വയനാടിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്നൊരു സൂചനയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ശേഷം കെ.വി. തോമസ് വ്യക്തമാക്കിയത്. ഏതായാലും നേരത്തെ വയനാട്ടിലെ ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഏതായാലും വയനാടിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അനുകൂല തീരുമാനം സമയബന്ധിതമായി ഉടൻ പ്രഖ്യാപിക്കുമെന്ന സൂചന കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.